അശ്വതി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +2 കൊമേഴ്സിലെ അക്കൗണ്ട്സിലെ ഒരു ഭാഗമായിട്ടുള്ള കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു പോർഷൻ ആണ്. അപ്പൊ ആ ഒരു സബ്ജക്റ്റില് എത്ര ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്, നമ്മുടെ എക്സാമിന് എത്രയാണ് മാർക്ക് വെയിറ്റേജ് വരുന്നത്, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ വരുന്ന ചാപ്റ്റേഴ്സ് ആണ് 6 ചാപ്റ്റേഴ്സ് ആണ് ടോട്ടൽ ആയിട്ട് വരുന്നത്. അതിൽ ഫസ്റ്റ് വരുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഓവർവ്യൂ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് വരുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്. ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന മാർക്ക് നമുക്ക് ടോട്ടൽ ആയിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്ന് തിയറി പോർഷനിൽ നമുക്ക് ടോട്ടൽ മാർക്ക് വരുന്നത് 20 മാർക്കിനാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മാത്രം, ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് മാത്രം നമുക്ക് 3 മാർക്കിനാണ് വരുന്നത്. ഓക്കെ, 3 മാർക്കിനാണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വരുന്നത്. അപ്പൊ നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ വരുന്നത് സ്പ്രെഡ്ഷീറ്റ് ആണ്. എന്താണ് സ്പ്രെഡ്ഷീറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോകുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് 5 മാർക്കിനാണ് വരുന്നത്. ഇപ്പൊ രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്നും നമുക്ക് 5 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഇനി തേർഡ് ചാപ്റ്റർ എന്താണെന്നാണ് നോക്കണേ. തേർഡ് ചാപ്റ്റർ യൂസ് ഓഫ് സ്പ്രെഡ്ഷീറ്റ് ഇൻ ബിസിനസ് അപ്ലിക്കേഷൻസ് ആണ്. നമ്മൾ ഓൾറെഡി യൂണിറ്റ് 2 പഠിക്കുന്നത് എന്താണ് സ്പ്രെഡ്ഷീറ്റ്, അതിന്റെ യൂസേജ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ തേർഡ് യൂണിറ്റിൽ വരുന്നത് എന്താണ് ബിസിനസ് അപ്ലിക്കേഷൻസിൽ സ്പ്രെഡ്ഷീറ്റിന്റെ യൂസ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ തേർഡ് ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. തേർഡ് ചാപ്റ്ററിൽ നിന്ന് നമുക്ക് 2 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുള്ളത്. ഫൈനൽ എക്സാമിന് 2 മാർക്കിനാണ്, ടോട്ടൽ 2 മാർക്കിനാണ് മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചു കാണാറുള്ളത്. അടുത്തത് ചാപ്റ്റർ 4 ഗ്രാഫ്സ് ആൻഡ് ചാർട്ട്സ് ഫോർ ബിസിനസ് ഡാറ്റ. ബിസിനസ്സിൽ വരുന്ന ഡാറ്റാസ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് സോർട്ട് ചെയ്യുക, അത് നമ്മൾ ഗ്രാഫ് ആയിട്ട് എങ്ങനെ കാണിക്കും, ചാർട്ട് ആയിട്ട് എങ്ങനെ കാണിക്കും, ഇതൊക്കെയാണ് നമ്മുടെ 4th ചാപ്റ്ററിൽ പറയുന്നത്. ഓക്കെ, 4th ചാപ്റ്ററിൽ നമുക്ക് മാർക്ക് വരുന്നത് 3 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് 4th ചാപ്റ്ററിൽ നിന്നും ചോദിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്റർ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ പാക്കേജ്. നമ്മളിപ്പോ പഠിക്കുന്നത് തന്നെ എന്താണ്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണ് അല്ലെ. അപ്പൊ നമുക്കൊരു സോഫ്റ്റ്വെയർ ഇല്ലാതെ നമുക്ക് അക്കൗണ്ട്സ് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ പാക്കേജുകളെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും നമുക്ക് 5 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ 5ാമത്തെ ചാപ്റ്ററിൽ നിന്നും 5 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അടുത്തത് ലാസ്റ്റ് ചാപ്റ്റർ എന്താണ്, ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. എന്താണ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും നമുക്ക് 2 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അങ്ങനെ ടോട്ടൽ 20 മാർക്കിനാണ് നമ്മുടെ തിയറി പോർഷനിൽ നിന്നും, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ തിയറി പോർഷനിൽ നിന്നും 20 മാർക്കിനാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും നേരം നോക്കിയത് ഈ 6 ചാപ്റ്ററിൽ നിന്നും കൂടെ നമുക്ക് തിയറിയിൽ എത്ര മാർക്ക് വരും എന്നുള്ളതാണ്. അപ്പൊ 20 മാർക്കിനാണ് തിയറി പോർഷൻ വരുന്നത്. ഇത് കൂടാതെ നിങ്ങൾക്ക് 40 മാർക്കിന് പ്രാക്ടിക്കൽ സെഷൻ കൂടെ വരുന്നുണ്ട്. ഓക്കെ, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ അപ്പൊ ടോട്ടൽ 60 മാർക്കിനാണ് വരുന്നത്. അപ്പോൾ ഇതില് തിയറിയിൽ 20 മാർക്കും പ്രാക്ടിക്കലിന് 40 മാർക്കും, അങ്ങനെയാണ് നമുക്ക് ടോട്ടൽ 60 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ ഇനി ഓരോ യൂണിറ്റ് ആയിട്ട് നമുക്ക് ഓരോ വീഡിയോസിൽ കാണാം. താങ്ക് യു.